പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ പ്രതികാരം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യത്തെ കമൻറ്റ് വായിക്കുന്നത് നമ്മുടെ മുട്ട ബജി ഉണ്ടാക്കിയില്ലേ, അതിലത്തെ കമൻറ്റാണ് വായിക്കുന്നത് കേട്ടാ. വിദ്യാ സനീഷ്, മുട്ടയുടെ ഉണ്ണിയല്ല വെള്ളഭാഗം ആണ് പൊട്ടുന്നത്. ഒരു ഫുൾ മുട്ട എണ്ണയിൽ വറുത്തെടുക്കുമ്പോ പൊട്ടുന്നു പോലെ. അപ്പൊ ചിലവർ പറഞ്ഞിട്ടില്ല അതിലത്തെ പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം ഇട്ടിട്ട് നമ്മള് വേറെ എന്തോ സാധനങ്ങൾ ഉണ്ടാക്കും, വടകൾ ഉണ്ടാക്കാറുണ്ട്, പൊട്ടാറില്ലല്ലോ. പിന്നെ അതിൽ വെള്ളത്തിന്റെ അംശം ഉള്ളത് കൊണ്ടാന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കലയ്ക്ക മാവില് വെള്ളമുള്ളതല്ലേ, ഈ എല്ലാ മാവുകളും ബജ്ജി എന്ത് സാധനം ഉണ്ടാക്കുമ്പോഴും ഇതിൽ മുക്കുമ്പോ വെള്ളമുള്ളതല്ലേ. മുട്ടയുടെ വെള്ളയാണ് പ്രശ്നം. അപ്പൊ നമുക്ക് ഇത് എല്ലാവരും ഒന്ന് നിരീക്ഷണ വിധേയമാക്കേണ്ടിയിരിക്കുന്നു. അല്ല, അതാ പറഞ്ഞേക്കണത്, ഈ പെൺകുട്ടി പറഞ്ഞേക്കണ അതാ. വെറുതെ ഒരു മുട്ട എടുത്തിട്ടേ അതിൽ ഒരു കോട്ടിങ് ഇല്ലാണ്ട് വെറുതെ എണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ വെള്ളയില്ലേ, മുട്ടയുടെ വെള്ള അത് പൊട്ടുന്നു. അതാണ് ഈ പൊട്ടണത്. പുഷ്കലാന്റിയുടെ ഞങ്ങക്ക് കൊറേ ചീത്ത കേട്ടു. ഇനി ഇങ്ങനെ പൊട്ടിത്തെറിക്കണ സാധനങ്ങൾ മേലാലുണ്ടാക്കരുത്. ആന്റിക്ക് വീഡിയോ കണ്ടിട്ട് ടെൻഷനായിരുന്നു. ആന്റി ഇരുന്നിട്ട് അയ്യോ അയ്യോ എന്ന് പറയായിരുന്നു വീഡിയോ കണ്ടു കഴിയണവരെ. ആ എണ്ണ പൊട്ടിത്തെറിക്കണ എണ്ണയ്ക്ക് വല്ല തീ പിടിച്ചിരുന്നെങ്കിലോ അങ്ങനെയൊക്കെ പറയട്ടെ. ആന്റിക്ക് അവിടെ അങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ എണ്ണയ്ക്ക് പൊട്ടിത്തെറിച്ചിട്ടൊക്കെ. അടുത്തത് സന്ധ്യ ബിജു. ചേട്ടാ, ഇരുമ്പുളി തിന്നിട്ട് മധുരമാണെന്ന് പറഞ്ഞപ്പോൾ ഉള്ള എക്സ്പ്രഷൻ കണ്ടിട്ട് ചിരി നിർത്താൻ കുറച്ച് സമയമെടുത്തു. വൈകുന്നേരം വീണ്ടും ആ ഭാഗം കണ്ട് കുറെ ചിരിച്ചു. ഞാൻ അത് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എന്നോട് വന്നിട്ട് പറഞ്ഞേ അടിപൊളി ഒരു കോമഡി ഉണ്ടായി എന്ന് പറഞ്ഞു. ഞാൻ എന്തുട്ടാ പറഞ്ഞു, ഈ വീഡിയോ വരുമ്പോ കണ്ടാ മതി എന്ന് പറഞ്ഞു. വീഡിയോ വന്നപ്പോഴല്ലേ കാണണേ. അത് അവിടെ നിന്ന് 2-3 ദിവസം അങ്ങോട്ട് കഴിഞ്ഞ പിന്നെയാണ് ഞാനത് ടേസ്റ്റ് ചെയ്തത്. അല്ലേ? അല്ലല്ലോ, അതിന് മുമ്പല്ലേ ചേട്ടൻ എനിക്ക് പറഞ്ഞത് ഇതുപോലെ പൊട്ടിച്ചുകൊണ്ട് തന്നെ എന്നിട്ട് ഇരുമ്പുളിയും കൊണ്ട് നിന്നത്. അപ്പൊ ഞാനെന്തൊരു ചെയ്ത ഇരുമ്പുളി ഇത്തിരി അപ്പൊ ഇത്തിരി അന്നാവുമ്പോഴേക്ക് ഇരുമ്പുളിയുടെ ടേസ്റ്റ് ആക്കുമ്പോ നല്ല മധുരം. പക്ഷെ തൊണ്ടയിലൊരു ഭയങ്കര പുളിയുള്ളത് കഴിക്കുമ്പോ നമുക്ക് തൊണ്ടയിലൊരു ഇത് വരില്ല, ഒരു ചുമ വരുന്ന പോലെ കിച്ച് വരില്ലേ, ആ സാധനം വരുന്നുണ്ട് തൊണ്ടയിലേക്ക്. പക്ഷെ വായയിൽ മധുരം. അപ്പൊ ഞാൻ ഒരു വലിയൊരു പുളിയുടെ പകുതി വരെ തിന്നു, ഇത്തിരി നല്ല മധുരം. പക്ഷെ ഞാൻ പിന്നെ വിചാരിച്ചേ, ഞാനിപ്പോ തിന്നിട്ടാണ് ഈ പുളിയുള്ള സാധനം ഇങ്ങനെ ഇരുത്തിനാണ്. മധുരമുള്ളതിനാണെങ്കിൽ മധുരമുള്ളതല്ല ഫ്രൂട്ട് തിന്നാ പോരെ. അതുപോലെ സരിത രാജലക്ഷ്മി ചേച്ചി എന്ന് വീണ്ടും പറയുമ്പോൾ റൺവേ സിനിമയിൽ ദിലീപ് പോലീസുകാരനെ സാറേ എന്ന് വിളിക്കുന്നത് ഓർമ്മ വന്നു. മുട്ടബജ്ജി കണ്ടിട്ട് കൊതി വന്നു. സരിത എന്ത് ഉണ്ടായിരുന്നു പാട്ട്. ഡ്രസ് നല്ല ചേർച്ചയുണ്ട്. ഹെയർ ഇങ്ങനെ ഇടുന്നതാണ് നല്ലത്. ക്യാമറാമാന്റെ നിഴൽ കണ്ടു. ഇനി നേരിൽ ഇന്ന് കാണാം. അടുത്തത് വാസു എം സി. ഈ പാചകക്കാരൻ അത്ര പോരാ. പാചകം തീരുന്നതിന് മുമ്പ് മുതൽ രുചി നോക്കി തുടങ്ങും. പിന്നെ കൃഷ്, അജു ചേട്ടൻ സരിത ചേച്ചി ഈ പലഹാരം അടുക്കളയിൽ വെച്ചുണ്ടാക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു. കറക്റ്റ്. മുറ്റത്തോ പറമ്പിലോ വെച്ചുണ്ടാക്കേണ്ടി വരും. എന്തായാലും പലഹാരം സൂപ്പർ ആണല്ലോ, ഉണ്ടാക്കി നോക്കാം. കൃഷ്, കുന്നംകുളം. അത് നമ്മൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഇത് പൊട്ടിത്തെറിക്കാനുള്ള അതിന്റെ കുറയ്ക്കാനുള്ള മെത്തേഡുകൾ നമുക്ക്. രാജലക്ഷ്മി ചേച്ചി എപ്പോഴും ഉണ്ടാക്കണത് അതുകൊണ്ടല്ലേ ചേച്ചി പറഞ്ഞേ ഇത് പൊട്ടിത്തെറിക്കും, അതുകൊണ്ട് സൂക്ഷിച്ചോളൂ ആള് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആളാ ഗസ്റ്റുകളൊക്കെ വരുമ്പോ ഇതാണ് എപ്പോഴും ഉണ്ടാക്കാറ്. കാരണം സിമ്പിൾ അല്ലേ. മുട്ട പുഴുങ്ങാൻ വെക്കുന്നു, അതിലേക്കുള്ള സാധനങ്ങൾ ശരിയാക്കുമ്പോഴേക്കും അത് ഇതായി ഉണ്ടാവും. അപ്പൊ പെട്ടെന്ന് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റുമാണ്. അടുത്തത് അശ്വതി കേസ്. പെരിഞ്ജീരകം ചതച്ചിട്ടാൽ മതി, പൊട്ടിത്തെറിക്കില്ല. വേറെ ആ പെരിഞ്ജീരകാണ്. പക്ഷെ പെരിഞ്ജീരകല്ല, പെരിഞ്ജീരകം ഇട്ടിട്ട് നമ്മൾ വേറെ വടകൾ ഉണ്ടാക്കാറുണ്ട്. ചോറ് അരച്ചിട്ടുള്ള വടയൊക്കെ ഉണ്ടാക്കില്ല നമ്മള്. പെരിഞ്ജീരകം ഇതുപോലെ സബോളയും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ബാക്കി വരുന്ന ചോറുകൊണ്ട് നല്ല ടേസ്റ്റ് ആ വട കഴിക്കാൻ. അതിലൊന്നും ഒരു കുഴപ്പമില്ല, സുഖമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പെരിഞ്ജീരകല്ല കുറ്റക്കാര. അതുപോലെ നമ്മൾ ഇന്നാള് പെരിഞ്ജീരകം ഇട്ടിട്ട് മറ്റേ ഇത് ഉണ്ടാക്കിയില്ലേ, പക്കവട. അപ്പോഴും കുഴപ്പമുണ്ടായില്ല, സബോള കൊണ്ട്. പാവം പെരിഞ്ജീരകത്തെ വെറുതെ ഞങ്ങൾ സംശയിച്ചു. അടുത്തത് നിദാലിജോ. ഇന്നത്തെ മുട്ട ബജ്ജി എന്തായാലും ഉണ്ടാക്കി നോക്കണം. പിന്നെ ഫേസ് പൊട്ടിത്തെറിക്കാതിരിക്കാൻ സേഫ്റ്റിന് വേണ്ടി ഹെൽമെറ്റ് അങ്ങനെ എന്തെങ്കിലും വേണ്ടി വരും. പിന്നെ മറ്റേ നമ്മുടെ ഈ സാധനല്ലേ വെൽഡിങ്ങുകാർ ഉപയോഗിക്കുന്ന സാധനം, അത് വെച്ചിട്ട് വെക്കേണ്ടി വരും. പിന്നെ നിങ്ങള് കഴിക്കുമ്പോ തന്നെ കൊതിയാവുന്നു. സരിത പാട്ട് കേൾക്കാൻ നല്ല ഇഷ്ടമാണ് എനിക്ക്. പിന്നെ പാട്ട് പാടിയപ്പോൾ അജു ചേട്ടനെ നോക്കുമ്പോൾ ഉള്ള ചിരിയും. റെയിൻ ഡ്രോപ്സ്. കണ്ടമാനം എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടമാനം എന്ന് പറഞ്ഞാൽ അധികം, വളരെയധികം. കണ്ടമാനം ആൾക്കാർ വന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറയും. തൃശ്ശൂർ പൂരത്തിന്റെ അത്രയ്ക്ക് ആളുകൾ വന്നിട്ടുണ്ട്. കണ്ടമാനം സാധനങ്ങളാണ് ബാക്കി വന്നേ, അങ്ങനെയൊക്കെ പറയും നമ്മള്. ഇഷ്ടം പോലെ, ധാരാളം, ഒരുപാട് എന്നുള്ള അർത്ഥം. തൃശ്ശൂർ വാക്കാണത്. അതെല്ലാവരും ഉപയോഗിക്കുന്ന കണ്ടമാനം. അടുത്തത് റെജി അലക്സ്. എന്റെ സരിതയെ വീട്ടിൽ കോഴി ഉണ്ടല്ലോ, ആ അജു മുട്ട തിന്നോട്ടെ. ഇനി സരിത കൊടുത്തില്ലേലും അജു അത് അടിച്ചു മാറ്റും. നിങ്ങളുടെ ചാനലിന്റെ ഒരു സ്ഥിര ആരാധിക.
ഞാനിപ്പോ ഖത്തറിലാണ്. നിങ്ങളുടെ വിശേഷങ്ങൾ ഞങ്ങളുടെ തീൻമേശയിലെ ഒരു ഡിഷാണ്. അങ്ങനെ എൻ്റെ മോനും ഭാര്യയും നിങ്ങളെ അറിഞ്ഞും ഇഷ്ടപ്പെട്ടും തുടങ്ങി. വളരെ സന്തോഷം. ഡോക്ടർ ഉണ്ണിക്കുട്ടൻ, ഏത് വലിയ കോലോത്തെ മിറാക്കിൾ ഫ്രൂട്ട് വന്നാലും തന്റെ തട്ട് താണ് തന്നെ ഇരിക്കുന്നത് തെളിച്ച് ഇരുമ്പുള്ളിക്കിരിക്കട്ടെ ഇന്നത്തെ കുതിരപ്പവൻ. അത് ഒരു തരി എഡിറ്റ് ചെയ്ത് കളയാതെ അങ്ങനെ തന്നെ ഞങ്ങളിലേക്ക് എത്തിച്ച് അജുവേട്ടൻ ഇരിക്കട്ടെ അതിലും വലിയ കുതിരപ്പവൻ. അത് നമുക്ക് വലിയ കഷ്ണം തന്നെ തിന്നു കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഇരുമ്പുള്ളി പൊട്ടിച്ചിട്ട് തിരിച്ച് ആക്കിയിട്ട് മധുരണ്ടത് പറയാമായിരുന്നു. അപ്പൊ നമ്മളങ്ങനെ ചെയ്തില്ല. നമുക്കത് എന്തിനാലേ അങ്ങനെ ചെയ്യണേ? നമ്മൾ പലരെയും അങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടാ. അത് കാരണം ചിലപ്പോ സ്വയം പെർഫെക്റ്റ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിട്ടോ. അതെ അതെ അതെ, അതായിരിക്കും. ഇപ്പൊ ഒരു പാചക ചാനൽ ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും അവർക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ആളുകളെ അറിയിക്കാൻ ഇഷ്ടപ്പെടില്ല. അടുത്ത റിയാസ്, അജു ഇനി മൂത്രം ഒഴിക്കാൻ പോട്ടെ എന്ന് ചോദിച്ചാൽ വേണ്ട, ഒരു 3 മണിക്കൂർ കഴിയട്ടെ എന്ന് പറയണം. അന്നത്തോടെ തീരുവാ ചോദ്യം. തേങ്ങയാണ്. എൻ്റെ അടുത്ത് ഇതുപോലെ ഓരോന്ന് ചോദിക്കും, എന്നിട്ട് പറയാ മൂത്രം ഒഴിക്കട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഇതുപോലെ പറയും വേണ്ട പോണ്ടെന്ന് പറയും. അപ്പൊ ഒരു ചിരി ഇതുപോലെ ചിരിച്ചിട്ട് പോവാള്. പക്ഷെ അത് ചോദിക്കണം എന്നോട്. അത് നമ്മള് അറിയാണ്ട് ചോദിച്ചു പോണതാണ്. അത് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചോദിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ ജീവിത ശൈലിയിലെ ഒരു ഭാഗമാണ്. അതിപ്പോ ചോദിക്കുമ്പോ വേറെ കൂടെ ആരൊക്കെ അടുത്തുണ്ടെങ്കിൽ അവരൊക്കെ ഇരുന്ന് ചിരിക്കും. കാരണം എല്ലാവർക്കും അറിയാൻ ചേട്ടന്റെ സ്വഭാവേ. അപ്പൊ ഞാനിപ്പോ അത് ചോദ്യം കേട്ടിട്ട് ശരി പൊയ്ക്കോ അല്ലെങ്കിൽ ഇപ്പൊ അങ്ങനെയൊന്നും പറയണ്ട, ഞാൻ അവിടെ ഉണ്ടായാൽ മതി, വെറുതെ എന്നോടത് പറയും, ആള് പോവും. ദിവ്യ PBR, ലാസ്റ്റ് പൊട്ടിയത് ശരിക്കും കാണാൻ പറ്റുമായിരുന്നു. സരിതേച്ചി കാപ്പി ഇട്ടിട്ട് വരുമ്പോഴേക്കും പാത്രം കാലിയാകുമെന്ന് ഞാൻ കരുതി, പക്ഷെ കാലിയായില്ല. എന്ത് പറ്റിയ ചേട്ടാ? പിന്നെ ജഗ്ഗുവിന്റെ പോസ്റ്റർ ശ്രദ്ധിക്കണേ, വളഞ്ഞു കുത്തി നിന്നാൽ പിന്നെ അത് മാറ്റാൻ പ്രയാസവും. അവന് എന്താ പ്രശ്നം എന്നറിയോ? അവൻ ബാക്കി എല്ലാവരും നടക്കണേനെ എങ്ങനെ ഇത് കാണിക്കല അവന്റെ പണി. അങ്ങനെ കാണിച്ച് ഇപ്പൊ അവന്റെ നടത്തം അങ്ങനെയാ. ഞാൻ എന്നിട്ട് അവന് കാണിച്ചു കൊടുക്കും, നീ നടക്കണത് ഇങ്ങനെയാ, നീ ബാക്കിയുള്ളവരൊക്കെ കളിയാക്കി ഇപ്പൊ നിന്റെ നടത്തത്തെ കണ്ടില്ല ഇങ്ങനെയാന്ന്. ജഗു എല്ലാവരും നടത്തം അനുകരിക്കട്ടെ, ഗംഭീരമായിട്ട് അനുകരിക്കും എല്ലാവരും നടത്തം. ഒരു വട്ടം കണ്ടാ മതി, അതുപോലെ നടക്കും. അടുത്തത് സനോജ് ടി അർജുനൻ, മിറാക്കിൾ ഫ്രൂട്ട് വെച്ച ഏരിയയിൽ നല്ല അടിപൊളി ഇനം ഫ്രൂട്ട്സ് തൈകൾ വെക്കൂ ചേട്ടാ. അവിടെ ദൈവമേ, ഇനി ഞങ്ങള് ചാലക്കുടിയിലേക്ക് പോവാൻ നിന്നോളായിട്ട് എത്ര നാളായിന്ന് അറിയും. നമ്മുടെ മനുവിന്റെ അടുത്തേക്ക് അവിടെ അടിപൊളി തൈകളാ. ഈ ഫിലോസാനായാലും റംബുട്ടാനായാലും മാംഗോസിനൊക്കെ നമ്മള് വേറൊരു നഴ്സറിന്ന് വാങ്ങിച്ചോണ്ട് റംബുട്ടാൻ ആകെ നമുക്ക് അവിടെ നിന്ന് അങ്ങാനും വാങ്ങിയാൽ മതിയായിരുന്നു. അപ്പൊ അത് കാരണം ഇനി ഇത്തിരി ഇതായാലും കുഴപ്പമില്ല, അവിടെ നിന്ന് തന്നെ വാങ്ങിക്കാൻ വെച്ചു. ഞങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് 2 വട്ടം ഞങ്ങൾ എറണാകുളത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ പറയും, പോകുമ്പോ വിചാരിക്കും തിരിച്ചു വരുന്ന വഴിക്ക് അവിടെ നിന്ന് വാങ്ങിട്ട്. അപ്പൊ ഇനിയിപ്പോ എന്തായാലും ചൊവ്വാഴ്ച അപ്പൊ ഞങ്ങൾ ചാലക്കുടിക്ക് പോകും. എന്തായാലും അവിടെ നിന്ന് ഈ ഫുലോസാന്റെ തൈകളും അവിടെ എത്ര വെക്കാൻ പറ്റും? 3 വെക്കാം. അത് കഴിച്ചപ്പോഴാണ് റംബുട്ടാനൊന്നും ഒന്നും അല്ല അതിന്റെ അടുത്ത്. പിന്നെ മുട്ട കൊണ്ട് മുക്കി പൊരിക്കുന്ന കടികൾ ഉണ്ടാക്കുമ്പോൾ മുട്ട 2 കഷ്ണാക്കുന്നതാണ് നല്ലത്. അയ്യോ, അപ്പൊ പൊട്ടിത്തെറിക്കണേന്റെ ആഴം കൂടില്ലേ അല്ലേ? അപ്പൊ TNT അളവ് കൂടും. TNT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മള് ഈ ബോംബുകൾ ഉണ്ടാക്കുമ്പോ അതിന്റെ അളവിൽ എനിക്കറിയില്ല. പിന്നെ മുട്ട അധികം വേവിക്കാതെ. TNT ഫുൾ ഫോം വന്നിട്ടാ ടൺ എന്തായാലും അത് നിങ്ങൾ പറഞ്ഞോളൂ. TNT പിന്നെ ഇപ്പൊ ഗൂഗിളിൽ നോക്കാം. വേണ്ട, നോക്കിക്കോ. TNT പറഞ്ഞു. എന്തായാലും സരിത തപ്പ് നമുക്ക് നോക്കാമല്ലോ. എന്തറിവ് നമ്മുടെ വിരൽത്തുമ്പിൽ ഉണ്ടല്ലോ. വാട്ട് ഈസ് എ ഫുൾ ഫോം ഓഫ് RDX ആൻഡ് TNT? അതല്ലേ? among different forms of chemical explosives. ട്രിനിട്രോട്ടോലുവൻ, അതാണ്. പിന്നെ മുട്ട അധികം വേവിക്കാതെ മുട്ടയുടെ ഉണ്ണി ഹാഫ് കുക്ക് ആക്കി എടുക്കൂ. എന്നിട്ട് ഐസ് വെള്ളത്തിൽ ഇട്ട് വെച്ച് തൊണ്ട് പൊളിക്കുക. അതന്നെ, അത് മുഴുവൻ അത് കഴിഞ്ഞിട്ടില്ലേ? തൊണ്ട് പൊളിക്കുക. അപ്പൊ ഉണ്ണി മുട്ടയിൽ തന്നെ നന്നായി പിടിച്ചിരിക്കും. കഴിക്കുമ്പോ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ സവാള അരിയുമ്പോ നീളത്തിൽ അരിഞ്ഞാൽ മാവിനൊരു പിടുത്തം ഉണ്ടാകും. മുട്ടയിൽ സാധാരണ കടലമാവിൽ മുക്കി പൊരിക്കുന്ന മുട്ട ബജ്ജി യേക്കാളും ടേസ്റ്റ് ഉണ്ടാവും ഈ വെറൈറ്റി മുട്ട ബജ്ജി. ഞങ്ങൾ ഇവിടെ വെള്ളിയാഴ്ചകളിൽ ഇടയ്ക്കിടെ മുട്ട ബജ്ജിയും തൃശ്ശൂർ സ്റ്റൈലിലുള്ള സവാള വടയും ഉണ്ടാക്കാറുണ്ട്. ഇതുപോലെ 2 സൂപ്പറാണ്.
സ്നേഹം മാത്രം അജു ചേട്ടൻ. സനോജിന് ഗംഭീരമായിട്ട് ഓരോ റെസിപ്പികൾ എങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ കറക്റ്റ് ആയിട്ട് അറിയാം. നല്ല റെസിപ്പി മാത്രല്ല, എല്ലാത്തിനെ കുറിച്ച് നല്ല നമ്മൾ എന്ത് വീഡിയോ ഇട്ടോ അതിന്റെ കൃത്യമായിട്ട് ആള് പറയും. ഒരു സർവ്വവിജ്ഞാനകോശാന്ന് തോന്നുന്നുണ്ട് സനോജ്. അടുത്തത് ശ്യാമള. സരിതേ, നിന്റെ ചേട്ടന് ദിവസവും 10 മുട്ട പുഴുങ്ങി കൊടുക്കണം. ഭയങ്കര തീറ്റിക്കൊതിയനാണല്ലേ. നിങ്ങളുടെ വീഡിയോ കണ്ട് ഞാൻ ചിരിക്കാറുണ്ട് കേട്ടോ. ഞങ്ങളും വിമാനയാത്ര പോകുന്നുണ്ട് തിരുവനന്തപുരം. ചേട്ടനെ അങ്ങനെ കണ്ടമാനൊന്നും കഴിക്കില്ല ചേട്ടാ. കൊറേ ഫുഡ് അങ്ങനെ കഴിക്കില്ല. പക്ഷെ നേരാവുമ്പില്ലേ പിന്നെ ചേട്ടൻ വിശന്നാൽ നിങ്ങളല്ലാതാവെന്ന് പറയില്ല. ഇപ്പൊ ഒരുമാതിരി നമ്മളെ അറിയണ എല്ലാവർക്കും അറിയാം ചേട്ടനെ കുറിച്ചിട്ട്. വിശന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ കുറെ പേരുണ്ടെന്ന് വിചാരിക്കും. ഇപ്പൊ അധോലോകത്തിന്റെ ഒക്കെ ചിലപ്പോ മീറ്റിംഗ് ഒക്കെ ഇവിടെ വെച്ചിട്ട് നമ്മുടെ വീട്ടില് നമ്മുടെ പ്രേമേട്ടനും ജയന്തിയേച്ചിയും അങ്ങനെ കുറെ പേരുണ്ടാവും. വിശന്ന് കഴിഞ്ഞാൽ ചേട്ടൻ പതുക്കെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് പോയിണ്ടാവും. ആരും അറിയില്ല. പോയി ചേട്ടന്റെ ഫുഡ് കഴിച്ചിട്ട് ഇവിടെ വന്നിരിക്കും. എന്നിട്ട് പിന്നെ എല്ലാവർക്കും പിന്നെ വിശക്കാൻ പറയുമ്പോ എല്ലാവരും തമ്മിൽ അയ്യോ വിശക്കുണ്ടല്ലോ, നമുക്ക് ഭക്ഷണം വേണ്ടേ, നമുക്ക് എന്തൊരു ചെയ്യണ്ടേ, നമ്മള് വലുതും ഉണ്ടാക്കി കഴിക്കുകയാണോ അതോ ഇനി നമ്മള് ഓർഡർ ചെയ്യാണോ അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഞാൻ എന്റെ കഴിക്കല് കഴിഞ്ഞു. ഞങ്ങൾ ആരും അറിഞ്ഞിണ്ടാവില്ല. ഒന്നുമില്ല. അതായത് ഞാൻ കൃത്യസമയത്തിന് ഭക്ഷണം കഴിക്കും. അപ്പൊ പക്ഷെ നമുക്ക് ഇപ്പൊ വേറെ കുറെ പേരുണ്ടാവും, നമുക്കൊരു മര്യാദയില്ലേ മറ്റുള്ളവരോടൊന്നും പറയാം. ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഭക്ഷണം കഴിക്കാൻ എന്റെ സമയത്തിന് ഭക്ഷണം കഴിക്കുന്ന ടൈം ആകുമ്പോ ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് മൈൻഡ് ചെയ്യില്ല. അത് പറയും വരട്ടെ. കാരണം ഇവർക്ക് മണിക്കൂറുകൾ വർത്താൻ പറഞ്ഞിരുന്നാലും കഴിയില്ല. അപ്പൊ ആ സമയം നമ്മളിപ്പോ എന്തിനാ ഒരു വർത്താൻ പറഞ്ഞാല് നമ്മളെന്തിനാ പ്രശ്നിക്കുന്നത്? നമ്മളെന്തിനാ പ്രശ്നിക്കുന്നത്? അടുത്തത് ടോം എൽദോ. വീണാസ് കറി വേൾഡിലെ വീണയൊക്കെ പണ്ട് പറഞ്ഞു കേൾക്കാം 20 പ്രാവശ്യമൊക്കെ ചില റെസിപ്പി ട്രൈ ചെയ്ത് ശരിയാക്കിയിട്ടാണ് നമ്മുടെ മുന്നിൽ എത്തിക്കുന്നതെന്ന്. അജുവിനും സരിതയ്ക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. ഒറ്റ തവണ ഉണ്ടാക്കും. പാളിച്ചകൾ മനസ്സിലാക്കി തരും. അത് തിരുത്തി നമ്മൾ ഉണ്ടാക്കണം. അതെന്നിട്ട് രസം എന്നറിയോ? അത് നിങ്ങള് അത് ചെയ്തിട്ട് പിന്നെ അതിലത്തെ കുറവുകൾ നിങ്ങളും കൂടി പറയുമ്പോ കേൾക്കാനുള്ള സുഖല്ലേ. എനിക്ക് അങ്ങനെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടാ. നമുക്കേ പറ്റിയ വരവുകള്. എനിക്ക് ഇങ്ങനത്തെ നിങ്ങളുടെ പരീക്ഷണ വീഡിയോകളാണ് ഇഷ്ടം. കുറെ അബദ്ധങ്ങൾ ഉണ്ടാവും, അപ്പൊ കുറെ ചിരിക്കാൻ കിട്ടും. ഇന്നും കുറെ ചിരിച്ചു. നന്ദി. അത്രേ ഉള്ളൂ. അതെ നമുക്ക് വേണ്ട. അതന്നെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കണ എത്രയോ പേരുണ്ട്, എത്രയോ ചാനലുകളുണ്ട്. അപ്പൊ അത് കാണുന്നവർക്ക് അത് കാണാം. നമുക്കൊക്കെ ഓവറായിട്ട് വർത്താനം നിർത്തി പോടോ എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് വരും. ആ റെസിപ്പി മാത്രം കാണിക്കുന്നു പറഞ്ഞിട്ട്. ആൻജിയോടെ ചാനലൊക്കെ കണ്ട് നമുക്ക് പാചകം മാത്രം അറിഞ്ഞാൽ മതി. ഇപ്പൊ ഒരു സാധനം ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ അത് റെസിപ്പി കൃത്യം കിട്ടിയാൽ മതി എന്ന് വെച്ചാൽ ആളുടെ ചാനൽ എടുത്താൽ കറക്റ്റ് ആണ്. ഒരു 3-4 മിനിറ്റിന്റെ ഉള്ളിൽ ആള് കാര്യം കറക്റ്റ് ആയിട്ട് ചേട്ടൻ പറഞ്ഞ പോലെ കറക്റ്റ് ആയിട്ട് ഇന്നതിന് ഇത്ര മില്ലി, ഇത്ര ഗ്രാം, ഇത്ര മില്ലിഗ്രാം എന്നൊക്കെ പറഞ്ഞ് എല്ലാം പറഞ്ഞുതരും. അപ്പൊ അത് അങ്ങനെയുള്ള ചാനൽ ഇഷ്ടം പോലെ അത് കാണല്ലോ. ചാനലിലെ സ്ട്രെസ് റിലീഫിംഗ് ചാനൽ എന്നാണ് മൊത്തത്തിൽ എല്ലാവരും പറയാറ്. എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടിരിക്കുമ്പോ നമ്മുടെ ഏതെങ്കിലും 2 വീഡിയോ കണ്ടാൽ ആ വിഷമൊക്കെ കുറച്ച് സമയത്തേക്കെങ്കിലും ആ വിഷമങ്ങളൊക്കെ മറക്കാൻ പറ്റുന്നു. അതിനേക്കാളും വലിയൊരു അനുഗ്രഹം വേറെ എന്താ ഉള്ളത്? അടുത്തത് സന്ധ്യ കളരിക്കൽ. പറയാൻ വിട്ടുപോയി, പാട്ട് സൂപ്പർ. പാട്ട് പഠിക്കും സരിതേ. അജുവേട്ടാ, സരിതേ എന്നെ പഠിപ്പിക്കാൻ വിട് അജുവേട്ടാ പ്ലീസ്. പാട്ട് പഠിക്കണ്ടേ എനിക്ക്? പാട്ട് പഠിക്കണ അല്ലാണ്ട് ഇപ്പൊ ഞാൻ പാട്ട് പഠിപ്പിക്കാൻ വിടാണ്ടല്ലാട്ടാ, ഒരിക്കലല്ല. ഉല്ലാസൻ VK. ഈ ഉല്ലാസൻ ചേട്ടൻ നല്ല കമന്റ്സ് ആണ് ഇടാട്ടാ. ഉല്ലാസൻ ചേട്ടൻ ഭയങ്കര തൊട്ടാവാടിയാന്ന് തോന്നുന്നുണ്ട്. കുഞ്ഞു കാര്യങ്ങളാകുമ്പോഴേക്കും ആൾക്ക് വിഷമാവും. അപ്പൊ ആളുടെ കമന്റിന് ചിലപ്പോ നമ്മൾ കണ്ടില്ല, ലൈക്ക് ഒക്കെ കൊടുക്കാൻ പറഞ്ഞ അപ്പൊ അടുത്ത വീഡിയോയില് നിങ്ങൾക്ക് കമന്റ് ഇട്ടിട്ട് എന്താ കാര്യം, നിങ്ങൾ നോക്കണില്ല അത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആള് കുഞ്ഞു കാര്യങ്ങൾക്ക് പിണങ്ങണ ഒരു ഉല്ലാസൻ ചേട്ടനാണ്. സരിതയും അജൂസും ഞാൻ ഇടുന്നതായ ഒരു കമന്റുകളും നിങ്ങൾ വായിക്കുന്നില്ല. VIP കളുടെ മാത്രമേ വായിക്കുക എന്നുണ്ടോ? ഞങ്ങൾ സാധാരണക്കാരും നിങ്ങളുടെ വീഡിയോ എല്ലാം കാണുന്നവരാണ്. നമുക്ക് കമന്റ് കാണുമ്പോ ഇത് VIP യുടെ കമന്റ്, ഇത് സാധാരണക്കാരന്റെ കമന്റ്, നമുക്ക് മനസ്സിലാവില്ലല്ലോ. കമന്റ്സ് കാണുമ്പോ നമുക്കറിയില്ലല്ലോ ഇത് ആരിട്ടേക്കണ കമന്റ്. ഇങ്ങനെ ആളുകളുടെ സാമ്പത്തിക സ്ഥിതി ഒന്നും കമന്റ് ചെയ്ത് നമുക്ക് മനസ്സിലാവില്ലല്ലോ ചേട്ടാ. ഇനിയിപ്പൊ ഇത് പറയണതിന് വിഷമാവും. വീഡിയോ കാണുന്നവരാണെന്ന് ഓർക്കണം. അതോ തെറ്റുകൾ ഉള്ളത് വിമർശിക്കുന്നത് കൊണ്ടാണോ വായിക്കാത്തത്? തെറ്റുകൾ ഉള്ളത് വിമർശിക്കണം. പിന്നെ സതീദേവി. സരിത, അജുവിന്റെ വർത്തമാനം ഒരു പുസ്തകമാക്കിയാൽ ഹാസ്യ പുസ്തകത്തിന് അവാർഡ് കിട്ടും. സരിതക്കുട്ടി കൂടുതൽ സുന്ദരിയായി വരുന്നുണ്ട്. ഒന്ന് തൊടാനുള്ളിൽ മോഹം. എന്തൊരു ഫീലാണ്. ഞാൻ ഫീലിനെ പറ്റി പറഞ്ഞ് മതിയായി. മുട്ട ബജ്ജി ടേസ്റ്റ്. മുട്ട ബജ്ജിയിൽ കമന്റ് കഴിഞ്ഞിട്ടില്ല ചേട്ടാ. അതെന്തോരെടുത്ത് വെച്ചിട്ടുണ്ട് ചേട്ടനാട്ടാ ഒക്കെ സ്ക്രീൻഷോട്ട്. അതിലാണ് കൂടുതൽ
നല്ല കമന്റ്സ് അല്ലേ. മുട്ടബജി ടേസ്റ്റ് യമ്മി ആണെന്ന് തോന്നുന്നു. ഗുഡ് ഡേ ഡിയേഴ്സ്. നിതിനെ മുഴുവൻ കണ്ടില്ലെങ്കിൽ നിഴൽ കണ്ടു. നമ്മൾ അടുത്തത് ഇനി അവിടെ അച്ചായൻസ് തട്ടുകടയിലേക്ക് പോയിട്ടുള്ള ഇതാണ് കേട്ടാ. കാക്കള് കുറുങ്ങ അവിടെ വന്നിട്ട് വായിക്കി റോസ്ലിൻ ആന്റണി. ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിലും നിങ്ങളുടെ ചാനൽ ഒരു പ്രത്യേകതയാണ്. അജുവിന്റെ പൊട്ടത്തരവും അത് കേട്ടുള്ള സരിതയുടെ കമന്റും ചിരിയും. ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്തത് പബ്ലിക് റിപ്പോർട്ടർ PC. ഹലോ, അജു ചേട്ടൻ സരിത ചേച്ചിയുടെ മടിയിൽ തലവെച്ചുറങ്ങുന്നു കണ്ടപ്പോൾ ഞാൻ അജു ചേട്ടൻ ആയിരുന്നുവെങ്കിൽ എന്ന് ചിന്തിച്ചു പോയി. വെറുതെ തമാശ പറയുന്നതാണ് കേട്ടോ, സ്നേഹം കൊണ്ട് പറയുന്നതാണ്, കാര്യമാക്കണ്ട. എന്റെ സഹോദരിമാർ സരിത ചേച്ചിയെ കാണുവാൻ കട്ട വെയിറ്റിംഗ് ആണ്. കാരണം ന്യൂ ഇയറിന് ദുബായിൽ ഫാഷൻ ഷോ ഉണ്ട്. അതിന് സരിത ചേച്ചിയെ കൊണ്ടുവന്ന് പങ്കെടുപ്പിക്കണം എന്ന് പറഞ്ഞു വാശിയിലാണ് ഫാഷൻ ഷോയില്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ സ്വപ്നം കണ്ടിരുന്നോളൂ, നിങ്ങൾ വിളിക്കുമ്പോഴേക്കും അവര് വരാൻ പോവല്ലേ എന്ന്. ഞങ്ങൾ വരുന്നുണ്ട് ദുബായിലേക്ക് തോന്നുന്നുണ്ട്, അറിയില്ല കേട്ടാ. 100% ഉറപ്പായിട്ടില്ല. ഉറപ്പായ പറയാം. ഈ കാക്കാൻ ഓടിപ്പിക്കട്ടെ പിടിച്ചേ. അടുത്തത് മീന സുരേഷ്. എന്നാലും സരിതേ, ആ തരിപ്പുള്ള സാധനം അജുവിന് കൊടുക്കാതെ ആദ്യം കഴിച്ച് ശരിയായില്ല. പ്രായമുള്ളവർക്കാണ് തരിപ്പുള്ളത് കൊടുക്കേണ്ടത്. ഈ ചെറുക്കനെ കൊണ്ട് തോറ്റു. അജു, എന്താണ് ഈ തരിപ്പ്? എന്നിട്ടാണ് ഈ തരിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഡേരെ പോലത്തെ സാധനം ഇങ്ങനെ കുടിക്കുമ്പോ ഇങ്ങനെ ഒരു നമുക്ക് വയലൊരു ഇത് കിട്ടണത്, ആ സാധനമാണ് ഈ തരിപ്പ്. അടുത്തത് ആശാ വാസുദേവർ. ആശാ വാസുദേവർ യു അങ്ങനെയാണ് കിടക്കണേ. പുതിയ സംരംഭകർക്ക് ഇങ്ങനെ ഒരു സഹായം ചെയ്യുന്നത് നിങ്ങളുടെ വലിയ മനസ്സ്. അജു, സരിത, ജഗു, ഈശ്വര കടാക്ഷം എപ്പോഴും ഉണ്ടാകട്ടെ. തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. തീർച്ചയായും. അടുത്ത ശിവൻ കെ. അജു ഈയിടെയായി മൊത്തം കയ്യിന്ന് പോകുന്നു. അതാണ് അജുവിന്റെ വിജയവും. ആരായാലും ഒരു തൊഴിൽ വിജയിക്കാൻ നിങ്ങളാൽ കഴിയുന്നത് നിങ്ങൾ ചെയ്തു കൊടുക്കുക. അതിന്റെ കൂലി ദൈവം നിങ്ങൾക്ക് തരും. പേരൊരു വെറൈറ്റി തന്നെ. ദൈവം അനുഗ്രഹിക്കട്ടെ. കഷ്ടപ്പെട്ട് ചെയ്യുന്ന തൊഴിൽ വിജയിക്കട്ടെ. കല്യാണ വീട് പോലെ തോന്നും. അജുക്കുട്ടന് എന്ന് പരീക്ഷ തുടങ്ങിയോ? ജഗുവിനെയാണ് ഉദ്ദേശിച്ചത്. പാട്ട് സൂപ്പർ ആയിട്ടുണ്ട്. ഒരു ദിവസം നമ്മൾ എന്തെല്ലാം തരത്തിലുള്ള ആളുകളെ കണ്ടുമുട്ടുന്നു. അജുവിനെ ഇങ്ങനെ കളിയാക്കരുത്. സരിത ഒന്നും മനസ്സിൽ വെച്ച് പറയുന്നതല്ല. പക്ഷെ കേൾക്കുന്നവർ എന്ത് വിചാരിക്കും? പിന്നെ ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത എത്രയോ ആൾക്കാരുണ്ട്. അതിൽ നിന്ന് എത്ര ഭേദം. നിങ്ങൾ 3 പേര് സ്നേഹത്തോടെ സന്തോഷത്തോടെ എന്നും ഇരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശിവൻ കെ എന്ന് പറഞ്ഞത് ശിവൻ ചേട്ടന്റെ ഭാര്യയാണ് കേട്ടാ. ചേച്ചിയാണ് ഈ കമന്റ് ഇടുന്നത്. ചേച്ചി വയ്യാണ്ടിരിക്കുന്നു, മാറി എന്ന് വിചാരിക്കണം. പൊള്ളലൊക്കെ ഏറ്റിട്ട് ഇരിക്കുന്നു ചേച്ചി. മാറി എന്ന് വിചാരിക്കുന്നു ചേച്ചിയുടെ. നമ്മളെ ഭയങ്കര ഇഷ്ടമാണ്, ചേട്ടനെ ഭയങ്കര ഇഷ്ടമായി. എല്ലാത്തിലും ഉണ്ടാവും, ഒരു വാചകം ഉണ്ടാവും, സരിത ഇങ്ങനെ കളിയാക്കല്ലേ, അതൊക്കെ രസല്ലേ, അജുവിനെ കളിയാക്കല്ലേ, അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഉണ്ടാവണ്ടേ, നല്ല ജീവിതത്തിന് രസമല്ലോ. അതിന് ചേട്ടൻ എന്നെ കളിയാക്കണത് ആരും കേൾക്കണില്ലല്ലോ, അതാണ് കുഴപ്പം. നല്ലൊരു മാതിരി കളിയാക്കും. പക്ഷെ ഞാനത് അത് ആസ്വദിക്കുക ചെയ്യാറ്. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചിരിക്കുക ചെയ്യാറ്. അത് നമ്മളത് ഒരേ ഇതിൽ എടുക്കണോണ്ട് കുഴപ്പമില്ല. അപ്പൊ ചിലവർക്കൊക്കെ അത് ഭയങ്കര അഭിമാനക്ഷതായിട്ട് തോന്നും, അങ്ങനെ കളിയാക്കി ചിരിക്കുമ്പോഴൊക്കെ. പക്ഷെ നമുക്കത് അങ്ങനെ അതിൻ്റെതായ രീതിയിൽ എടുക്കാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ കുഴപ്പമില്ലാണ്ട് പോണത്. പിന്നെ ശോഭന വർഗീസ്. എപ്പോഴും നാക്കുടക്കുവാണല്ലോ, അത് അസുഖമൊന്നുമല്ല, അതിനും വേണം ഒരു ഭാഗ്യം. ആൾക്കാരെ ചിരിപ്പിക്കാൻ തട്ടുകട നല്ല രീതിയിൽ വിജയിക്കട്ടെ. അടുത്ത് പ്രിയ വി. കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഒരു ബാങ്ക് ആക്കി കളഞ്ഞല്ലോ. അജു, സാരമില്ല, ചിരി ഹെൽത്തിന് നല്ലതാണ്. തട്ടുകട നന്നായി വരാൻ പ്രാർത്ഥിക്കാം. കോപ്പറേറ്റീവ് ആശുപത്രിക്കാർക്ക് കേൾക്കണ്ട. ആദ്യം കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയും, പിന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റി. ചെറുബായി, വളരെ സന്തോഷം. ഒരു പ്രവാസിയുടെ സംരംഭത്തെ പ്രോത്സാഹിപ്പിക്കാൻ കാണിച്ച നല്ല മനസ്സിനെ അഭിനന്ദിക്കുന്നു. ആ സംരംഭം വളരെ നന്നായി വിജയിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ഇതിലത്തെ എല്ലാ കമന്റ്സും അങ്ങനെ തന്നെയാണ്, ഒരുവിധമൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. നല്ല കാര്യമായിട്ടാണ് ആളുകൾ പറയണത്. അടുത്തത് മറ്റേ കപ്പ കൊണ്ടുള്ള അടയുണ്ടാക്കിയില്ലേ, അതിലത്തെ കമന്റ്സ് ആണ്. നിഹാൽ കൃഷ്ണ. ആദ്യമായിട്ടാണ് സരിതേച്ചി ഫുഡ് ആകുന്നതിന് മുൻപേ വാരി തിന്നത് കാണുന്നത്. ഇത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടോ? സൂപ്പർ. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. എനിക്കത് അട ആക്കാതെ അതിന് മുൻപത്തെ അതാക്കി വെച്ചില്ലേ, നമ്മൾ മിക്സ് ചെയ്ത് വെച്ചില്ലേ, ആ കപ്പലണ്ടി അതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് വെറുതെ സ്പൂൺ കൊണ്ട് കോരി തിന്നാം. എനിക്ക് അതാ ടേസ്റ്റ് കൂടുതൽ തോന്നുന്നു. സാധാരണ ഞാനാണ് അങ്ങനെയൊക്കെ വാരി തിന്നാറ്, പക്ഷെ ഇത് സരിതയ്ക്ക് അത് അത്രയേറെ ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് ആ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുമോന്ന് എനിക്കറിയില്ല. കപ്പ പുഴുങ്ങിയിട്ട് അതിൽ ഈ ശർക്കര നീരും പിന്നെ നാളികേരവും കൂടി വന്നപ്പോ വേറെ ഒന്നുമില്ല, ഏലക്കായ്പ്പൊടി. പിന്നെ ജയശ്രീ സുധാകരൻ. അടയേക്കാൾ നിങ്ങളുടെ സംസാരം കേട്ട് കുറേ ചിരിച്ചു. ഗൾഫ് കോൺ. സരിതയ്ക്ക് ഇത്ര ആക്രാന്തം ഉണ്ടായെങ്കിൽ ഉറപ്പായിട്ട് ഇത് പൊളിയാണ്. എന്തായാലും പുതിയൊരു പലഹാരം പരിചയപ്പെടുത്തിയത് നന്നായി. തീർച്ചയായും ട്രൈ ചെയ്യും. മറ്റേ ആള് ഇത് പറഞ്ഞു തന്നിട്ടുള്ള ആള് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നത് അല്ലേ, പെറ്റ്സ് വേൾഡ്.
അടുത്തത് സന്ധ്യ കളരിക്കൽ. നിങ്ങളുടെ നിഷ്കളങ്കമായ അവതരണത്തിനൊന്നും പറയാനില്ല, ചിരിച്ചൊരു വഴിയായി, എനിക്ക് ഒരുപാട് ഇഷ്ടമായി നിങ്ങളെ. അടുത്ത കിങ് നാട്ടാളൻ, നമ്മുടെ കോക്കുവാണ് കേട്ടാ, അരുൺ കോക്കു. അരുണും മരം കൂടിയിട്ട്. കിഴങ്ങ് വർഗത്തിന്റെ കൂടെ മധുരം ചേർന്നാൽ ദൃഢസ്പന്ദനം ഉണ്ടാകും അജുവേട്ട. മഹാമുനിമാർ വരെ പറഞ്ഞിട്ടുണ്ട് ഇത് ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും മറ്റുള്ളവരെ പ്രലോഭിപ്പിച്ചാൽ വരെ കേരള ഫുഡ് സേഫ്റ്റി ആക്ട് പ്രകാരം പാപമാണെന്നും. ദൃഢസ്പന്ദനം എന്താണെന്നൊന്ന് പറഞ്ഞു തന്നോളൂട്ടാ. അതെ. ആദർശ് പണിക്കർ, പഴയകാലത്തെ ചീനിയട അതിന്റെ പുതിയ വെർഷൻ ആണിത്, സൂപ്പർ ടേസ്റ്റ്, വീഡിയോ സൂപ്പർ, പിക്ചർ ക്ലാരിറ്റി സൂപ്പർ. പിന്നെ അജുചേട്ടൻ ഓർത്ത് ആ പാട്ട് ഏത് പാട്ടാണെന്ന് അറിയാമോ? ഇത് ഞങ്ങൾ ആലപ്പുഴ ജില്ലയുടെ ഒരു ട്രഡീഷണൽ പാട്ടാണ് എന്നാണ് അറിയപ്പെടുന്നത്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്ത് തൊഴിലാണ് ആ പാട്ടല്ലേ? അതെങ്ങനെ പാടാ? അത് ഞങ്ങള് പാടും, ഇവരവിടെ തൊണ്ടുതല്ലാന്ന് പറയും. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തെല്ലാമായടോ പണി. അല്ല, ഇങ്ങനെ നമ്മളോട് എങ്ങനെയാന്ന്, ഞങ്ങളുടെ നാട്ടിലൊക്കെ കട്ടതല്ലാണ്. കട്ടതല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏയ് നമ്മുടെ ഈ നെല്ല് വിതയ്ക്കുന്നതിന് മുമ്പ് ഈ ട്രാക്ടർ കൊണ്ട് പൂട്ടുമ്പോ ഈ കട്ടകൾ നിറച്ചിട്ടുണ്ട്, അപ്പൊ അത് തല്ലിപ്പൊട്ടിയിലാണ്. അപ്പൊ ചോദിക്കുന്നത്, കട്ടതല്ലെങ്ങനെ അടി മോതിര കൂറത്തി, കട്ടതല്ലൽ ദിങ്ങിനെ പിന്നങ്ങിനെ പിന്നിങ്ങിനെ. അങ്ങനെയാണ് ഇവര് ഇവരടുത്തുണ്ട്. അതെന്ന് പറയും അതിന്റെ ഭാഗമുണ്ട്. അതെങ്ങനെയാ നിങ്ങളുടെ നാട്ടിൽ ഇതിലെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തൊണ്ട് തല്ലൽ ആണടി, തൊണ്ട് തല്ലൽ അങ്ങിനെ പിന്നെ മോതിരക്കുറത്തി. അതന്നെ സെയിം സാധനം തന്നെ. അത് ഓരോ സ്ഥലങ്ങളിലെ തൊഴിലനുസരിച്ച് ആ പാട്ടില് മാറ്റം വരെയായിരിക്കും. അതന്നെയാണ്. ഹാപ്പി സ്നേഹം ആ സമയത്ത് ഓർമ്മ ഒന്നുമില്ല. മധുപുത്തൂർ രാമൻ, കപ്പായും ഉരുളക്കിഴങ്ങ് എന്നിവ പുഴുങ്ങിക്കഴിഞ്ഞാൽ അതൊരു സ്റ്റീൽ ഗ്ലാസിന്റെ മൂട് കൊണ്ട് നല്ലപോലെ ഉടച്ചെടുക്കാം. പക്ഷെ അജുചേട്ടന്റെ ധൃതി കാരണം എല്ലാം കൈവിട്ടു പോകും. പാചകം ചെയ്യാനുള്ള സാധനങ്ങൾ 1 കിലോ ഉണ്ടാകും, പാചകം ചെയ്തു വരുമ്പോൾ 1/2 കിലോ ആകും. ഇത് അജൂസ് വേൾഡിൽ മാത്രം കാണാൻ കഴിയുന്ന ഒരു പ്രതിഭാസമാണ് എന്ന് തോന്നുന്നു. അതെ, തീർച്ചയായിട്ടും വേറെ ഒരു ചാനലിലും അങ്ങനെ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടാ. ചെയ്യണ്ടാവും, അത് എഡിറ്റ് ചെയ്ത് കളയും. അപ്പൊ നമുക്ക് ചിലവർക്ക് അതിങ്ങനെ കാണുമ്പോ എടുത്ത് തിന്നാനുള്ള ഒരു ടെൻഡൻസി വരുമല്ലോ. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ, നല്ല അണ്ടിപ്പരിപ്പ്, മുന്തിരി, അങ്ങനെ നമ്മളെ ആകർഷിക്കുന്ന ഘടകങ്ങൾ ഇതിലുണ്ടെങ്കിൽ അപ്പൊ പക്ഷെ അത് ചാനൽ വീഡിയോയിൽ കാണിക്കില്ലേ, നമ്മുടെ ഇമേജിനെ ബാധിച്ച സാധനം ഇല്ലാത്തത് കൊണ്ട് നമ്മളത് കാണിക്കും. അടുത്തത് തോമസ് മംഗലം, ഇത്രയ്ക്ക് ആക്രാന്തം പാടില്ല, പ്രത്യേകിച്ച് വീഡിയോ പിടിക്കുമ്പോ. കപ്പലണ്ടിക്ക് പകരം കശുവണ്ടിയൊക്കെ ആവാം, ബെസ്റ്റ്. ഇലയിൽ ഒരല്പം നെയ്യ് കൂടി തടവുക, അത് ശരിയാ. അപ്പൊ ചിലപ്പോ പിടിക്കില്ല. ശർക്കര ഒരല്പം തേനും കൂടി ചേർത്താൽ വേറൊരു ലെവലാവും. ചൂടാക്കാൻ പാടില്ലല്ലോ. പക്ഷേ ഇപ്പൊ ഇന്നലത്തെ വീഡിയോയിൽ അങ്ങോട്ട് ആരോ കമന്റ് ഇട്ടിട്ടുണ്ട്, കപ്പാട ഉണ്ടാക്കി പുഴുങ്ങുകയും ചെയ്തു, ചുട്ടെടുക്കുകയും ചെയ്തു. ചുട്ടെടുത്ത് സൂപ്പറായിട്ട് വന്നു, തീരെ പിടിച്ചില്ല. ഞാൻ നമ്മൾ പറഞ്ഞില്ലേ ചുട്ടെടുക്കണം എടുക്കുമ്പോ ചിലപ്പോ നല്ലതാവും. ചുട്ടെടുക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മള്, ചെയ്തില്ല മാത്രം. അടുത്തത് പിന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത്രയ്ക്ക് ആക്രാന്തം പാടില്ല, പ്രത്യേകിച്ച് വീഡിയോ പിടിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ വീഡിയോ പിടിക്കുമ്പോഴായാലും വീഡിയോ പിടിക്കാത്തപ്പോഴായാലും ഇങ്ങനെ തന്നെയാണ്. അടുത്തത് രതീഷ് രാജ്, സരിതയുടെ ചില കാര്യങ്ങൾ പുള്ളി അംഗീകരിക്കുന്നില്ല, സരിതയ്ക്ക് വിഷമമുണ്ടോ? അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളിലും അങ്ങനെ ആണോ? ചേട്ടൻ ഇപ്പൊ ഇന്നാള് പ്രേമേട്ടൻ ചേട്ടന്റെ സ്വഭാവം ഇതിലിട്ടുണ്ടായിരുന്നു, അതോലോകം ഗ്രൂപ്പിൽ പറയാൻ പറ്റുമോ ഇതില്? വായിക്കാം. എന്റെ സ്വഭാവം ഒരാൾ പറഞ്ഞതെന്ന് വായിക്കട്ടെ സരിതപ്പ. അപ്പൊ എന്റെ സ്വഭാവത്തിനെ പറ്റിട്ട് പ്രേമേട്ടൻ ഞങ്ങളുടെ അധോലോകം ഗ്രൂപ്പില് ഓരോരുത്തരുടെ സ്വഭാവത്തിനെ കുറിച്ച് ആള് വിശകലനം ചെയ്തിട്ട് എഴുതിയിട്ടുണ്ടായില്ല. ചേട്ടനെ പറ്റി എഴുതിയതാ. ചേട്ടനെ ഇട്ടേണ്ട പേര് ഭീമൻ അജു. വിശന്നാൽ പിന്നെ ഒന്നും നോക്കില്ല. ഇത്ര നിഷ്കളങ്കരായവർ ഭൂമിയിൽ കുറവാണ്. സംസാരമാണ് ഏറ്റവും വലിയ പോസിറ്റീവ്. ഹ്യൂമർ ഐഡിയ സൂപ്പറാണ്. കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് ശീലം. പരാതികളില്ല. ഒരു കാര്യം ആളുകളിലേക്ക് എങ്ങനെ എത്തിക്കണം എന്ന് കൃത്യമായ ധാരണ. സരിത അല്ല ലോകത്തിൽ ആര് പറഞ്ഞാലും കേൾക്കില്ല എന്ന ഭയങ്കര ആക്സസ് ഉള്ള ആൾ ആണെന്ന് തോന്നും. സ്പോർട്സ്, ലോകകാര്യങ്ങൾ, തമാശകൾ, അപാരമായ അറിവ്. ഏതു കൂട്ടത്തിലും കൂടും. പരാതികളില്ല. മൂഡ് ചേഞ്ച് അധികം ഇല്ലാത്ത ഒരാളാണ്.
ദേഷ്യം വരുന്നത് കുറവാണ്, വന്നാൽ പിന്നെ ഒരു രക്ഷയും ഇല്ല. ഇനി ബാക്കി സരിത പറയൂ. കൃത്യമായിട്ട് ചേട്ടനെ ആള് വിശകലനം ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട്. ഒരുവിധം എല്ലാതും കറക്റ്റ് തന്നെയാണ്. ബാക്കി എന്നോട് പറയാനാ പറഞ്ഞത്. അങ്ങനെ അപ്പൊ ചേട്ടൻ ഭയങ്കര നിഷ്കളങ്കനാണ്. നിഷ്കളങ്കനാവുമ്പോ കുറച്ച് പ്രശ്നങ്ങളും ഉണ്ട്. ഇപ്പൊ ഒരു ഗ്രൂപ്പിലിരിക്കുമ്പോ പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്, അത് പറയും. ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറയാൻ വയ്യ. അതിപ്പോ ഞാൻ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിലേ, നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം എന്ന് പറഞ്ഞ സിനിമയിലത്തെ ശ്രീനിവാസൻ, ഈ ശ്രീനിവാസൻ അതില് ജയറാം കൂടിയിട്ട് റെസ്റ്റോറന്റിൽ കയറിയിട്ട് ജയറാം ആണെങ്കിൽ ഫുഡൊക്കെ കഴിച്ച് വയറില്ല പാറ്റാനെടുത്ത് ഇട്ടിട്ട് അവിടെ അലമ്പുണ്ടാക്കി പൈസ കൊടുക്കാണ്ട് പോരാൻ നോക്കാണ്. അപ്പൊ കണ്ടില്ലേ ശ്രീനിവാസ് അവിടെ ഇരുന്ന് പറയണത്, അല്ല അപ്പൊ ജയറാം കണ്ട ശ്രീനിവാസൻ അത് അങ്ങനത്തെ നിഷ്കളങ്കതയാണ് ചേട്ടനുള്ളത്. അപ്പൊ നമ്മൾ ചില സ്ഥലങ്ങളിൽ നിൽക്കാനായിട്ടുള്ള ഒരു ഇത് വേണ്ടേ, അതില്ല. അടുത്തത് ജയശ്രീ മനോജ്, കോട്ടയംകാരുടെ മീൻകറി മാത്രമല്ല കോഴിക്കോട് ഇത് മീൻകറി ചേട്ടാ ടേസ്റ്റ്, കോഴിക്കോട് കാരുടെ മീൻകറി സൂപ്പറാണ്. അതെങ്ങനെയാ? കപ്പാട ആദ്യമായിട്ട് കാണുകയാണ്, കണ്ടിട്ട് കൊതിയൊന്നു, പ്രത്യേകിച്ച് സരിത കഴിക്കുന്നത് കണ്ടപ്പോ. നമ്മൾ സാധാരണ ഇവിടെ കേട്ടിട്ടുള്ളത്, നമ്മുടെ തൃശ്ശൂരൊക്കെ കേട്ടിട്ടുള്ളത് കോട്ടയം മീൻകറിയാണ് ഫേമസ്. കോട്ടയംകാര് മീൻ കൂട്ടാൻ അത് ഈ ടൈപ്പ് ചേട്ടാ, അവര് കടുക് പൊട്ടിക്കും, എന്നിട്ട് നമ്മള് വറ്റിച്ചു വെക്കില്ലേ, നാളികേരം പാല് ചേർക്കുക, വായിൽ വെള്ളം വരുന്നത്. അവര് മീൻകറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കൂടുതലാണല്ലോ, അതുകൊണ്ടാണ് വെള്ളറക്കണ സൗണ്ട് കേട്ടോ ഞാൻ ചോദിച്ചു. പിന്നെ ഉലുവപ്പൊടിക്കിടും, ഇത് രണ്ടും നമ്മള് ചെയ്യില്ല, നമ്മള് ചെയ്തു തുടങ്ങി നമ്മളും. അപ്പൊ കോട്ടയംകാർക്ക് ഒന്നാം സ്ഥാനം ഉണ്ടെന്ന് തോന്നുന്നു. എനിക്കറിയില്ല, കേരളത്തിൽ മീൻകറി വെക്കുന്ന ഏറ്റവും ടേസ്റ്റ് കോട്ടയംകാരിയാന്ന് തോന്നുന്നു. തുന്തുരു റെസ്റ്റോറന്റ് സ്റ്റൈലിൽ മീൻകറി വെക്കുന്നത് നല്ല രസാട്ടായി. കടുകൊക്കെ പൊട്ടിക്കും, ലാസ്റ്റ് കടുക് പൊട്ടിക്കണേല് അവര് മുളക് പൊടി പിന്നെ വറ്റൽ മുളക് അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഇതിന് കാച്ചാൻ സമ്മതിക്കില്ലേ കൂട്ടാൻ. ഞാൻ വെക്കും മീൻ കൂട്ടാൻ എപ്പോ. കോഴിക്കോടുകാരും ഒന്നാം സ്ഥാനം, കോട്ടയത്തിന്റെ ഒപ്പം തന്നെ മത്സരിക്കാൻ കോഴിക്കോടുകാരും ഉണ്ടെന്ന് തോന്നുന്നു. അതെ, അതെങ്ങനെയാണെന്നുള്ളത് നോക്കിട്ട് വെക്കാട്ടെ. അതന്നെ കോഴിക്കോട് മീൻകറി പറഞ്ഞോട്ടാ. അടുത്തത് സതീദേവി, എന്റെ സരിത മോളെ, വൃശ്ചിക രാത്രി തന്നെ അരമന മുറ്റത്തൂര്, എന്തെല്ലാം ചെറുപ്പകാല ഓർമ്മകൾ. കോളേജ് ഡേയ്സിൽ ഗാനമേളയ്ക്ക് പോകുമ്പോൾ സ്ഥിരം കേൾക്കുന്നതാണ് ഈ ഗാനം. നൊസ്റ്റാൾജിക് മെമ്മറീസ്. എന്തൊരു ഫീലാണ് മോളുടെ പാട്ടിന്. പാട്ട് പഠിക്കാൻ മോള് പോയി തുടങ്ങിയോ? ഈ കഴിവ് നശിപ്പിക്കല്ലേ. മീൻകറി അടിപൊളി. അടുത്ത് മനു ഗെയിമിംഗ്, അജു ചേട്ടാ നിങ്ങൾ വിട പറയുമ്പോൾ എന്തോ മനസ്സ് വല്ലാതെ വിഷമിക്കുന്നു, പിന്നെ നാളെ കാണാം എന്നൊരാശ്വാസം മാത്രം. അത്രയും നിങ്ങൾ മനസ്സിൽ സ്ഥാനം പിടിച്ചു പോയി സരുമണി. ഈ മനു ഗെയിമിംഗ് ആണ് എന്നെ സരു എന്ന് എപ്പോഴും വിളിക്കുള്ളൂ. ചേട്ടൻ എന്നെ വല്ലോ മന പേരും വിളിക്കാറുണ്ട്. എന്തിനെ വിളിക്കും? നമ്മളെപ്പോഴും കാണുന്നതല്ലേ. വിളിക്കണ്ട, വല്ലപ്പോഴും കാണുന്നവരെ വിളിക്കും. അതെ, നമ്മള് എപ്പോഴും ഇവിടെ ഉള്ളതല്ലേ. കഴിഞ്ഞു. അപ്പോൾ വളരെ വളരെ സന്തോഷം. ഇന്നത്തെ കമന്റ് വായന കഴിഞ്ഞു. എന്തായാലും നിങ്ങളൊക്കെ ഇങ്ങനെ കമന്റുകളൊക്കെ എന്താ പറയാ, കമന്റുകൾ വായിക്കുമ്പോഴാണ് നമുക്കൊരു ഊർജം. ഇങ്ങനെ എല്ലാ ദിവസവും വീഡിയോ ഇടാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാ. എല്ലാ ദിവസം കണ്ടന്റ് കണ്ടെത്തലും എന്താ ചെയ്യണ്ടേന്നുള്ളത് കണ്ടെത്തണ്ടേ. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അതിൽ വഴിയെ പോയോളും. നമ്മൾ ഒരു ത്രെഡ് എന്തെങ്കിലും വേണമല്ലോ, ചെറുതായിട്ട് ഒരു ത്രെഡ് വേണം. പിന്നെ അതിലേക്ക് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമ്മള് അറിയാതെ സംഭവിച്ചു പോകുന്നതാണ്. പിന്നെ വീട്ടിലത്തെ കാര്യങ്ങള്, നമ്മളുടെ ഒരു വീടാവുമ്പോഴത്തെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതും നമുക്ക് മറ്റുള്ള ഇപ്പൊ പുറമേക്കാണ്ട് വ്ളോഗർമാർ പോണ പോലെ നമുക്ക് ഇവിടെ ഒന്നും ഇട്ടിട്ട് പോകാൻ പറ്റും. ഇവിടെ എല്ലാ ഇതുകളുണ്ട്, ഇവരൊക്കെ നോക്കണ്ട. നമുക്ക് ഒറ്റ സ്ഥലത്ത് പുറത്തേക്ക് വരെ പോകാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ കുറെ ഇതുകളുണ്ട്, സാഹചര്യങ്ങളുണ്ട്. എല്ലാം നമ്മള് ഒതുക്കിക്കൊണ്ടാണ് നമ്മൾ എല്ലാ ദിവസങ്ങളിൽ അങ്ങോട്ട് ഇടാൻ പറ്റില്ല നമുക്ക്. അപ്പൊ എല്ലാ ദിവസവും വീഡിയോ ഇടണം തന്നെയാണ് നമ്മുടെ ആഗ്രഹം. എല്ലാ ദിവസവും വീഡിയോ ഇടാനുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയാലോ. എല്ലാവരും പറയുന്നത് എല്ലാ ദിവസവും കാലത്ത് തന്നെ നിങ്ങളുടെ വീഡിയോ വരണം എന്നാണ് പറയുന്നത്, വീഡിയോ ഇടണം എന്ന് പറയുന്നത്. എന്നാൽ അത് കാണുമ്പോഴുള്ള രസം, അത് കഴിഞ്ഞിട്ട് അത് നമ്മൾ ഓഫീസിലേക്ക് അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇതിലത്തെ ഓരോ തമാശകൾ ആലോചിച്ച് ചിരിച്ച് മനസ്സ് പുഞ്ചിരിയോടെ എനിക്കും ജോലി ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരാൾ വിളിച്ചിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരമാവധി നമ്മൾ നോക്കും. അപ്പോൾ നമുക്ക് നിർത്താം. അടുത്ത വീഡിയോ കാണാൻ. നന്ദി, നമസ്കാരം.